നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി. കൊച്ചിയിൽ മഹാപഞ്ചായത്ത് എന്ന പേരിൽ KPCC സംഘടിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. കോൺഗ്രസ് നേതൃത്വം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. And this coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. And I was very clear. In both those meetings I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. There is a huge unemployment problem in this state. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. For any government to succeed, the leadership needs to be accessible to the people. The leadership has to merge with the people. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. വർഗീയതയുടെ പേരിൽ നാടിനെ കുത്തിക്കീറാൻ കുറച്ചുപേർ ശ്രമിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPIM വർഗീയതയ്ക്ക് കുടപിടിക്കുന്നതിനെ ചോദ്യം ചെയ്യും. വർഗീയവാദികൾക്ക് തീപ്പന്തം കൊടുക്കുകയാണ് CPIM എന്നും VD സതീശന്റെ വിമർശനം. ഈ നാടിനെ ഛിന്നഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ ആവശ്യമായ പരിഗണന ലഭിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ MPക്ക് കടുത്ത അതൃപ്തി. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ C വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പെന്ന് രാഹുൽ പറയുന്നു. അതിനിടയിൽ ഇപ്പോൾ ശശി തരൂരിന്റെ അതൃപ്തി കൂടി ചർച്ചയാകുന്നു. വിവരങ്ങൾ. ഉന്മേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കായിരുന്നു മഹാപഞ്ചായത്ത് വിജയോത്സവം ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. ഇതിൽ രാഹുൽ ഗാന്ധി ഒരു സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടല്ല അദ്ദേഹം എടുത്തത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് രൂക്ഷമായിട്ടുള്ള ഒരു തൊഴിലില്ലായ്മ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദേശത്തേക്കൊക്കെ തന്നെ ആളുകൾ പോകുന്നത്. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പറയുമെന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, അദ്ദേഹം വയനാടുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു തീരുമാനമെടുത്തത് വളരെ വൈകാരികമായിട്ടായിരുന്നു തന്റെ സഹോദരിയെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇന്ത്യയിൽ RSS സ്വാഭാവികമായിട്ടും അവർ ഒരു അടിമയാക്കാനും ഒപ്പം തന്നെ ആളുകളെ നിശബ്ദമാക്കാനുമുള്ള അത്തരമൊരു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കടക്കുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിലേക്ക് കിട്ടില്ല എന്നുള്ള ഒന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒഴിച്ച് മറ്റെല്ലാ നേതാക്കളും CPM-ന്റെ വർഗീയതയാണ് ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ള നിലയ്ക്കായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൽ വേണ്ടത്ര ഒരു പരിഗണന, അതായത് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം സംസാരിച്ച ആളുകളിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല, വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതി ശശി തരൂർ MP ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അത് ദീപാദാസ് മുൻഷിയെയും KC വേണുഗോപാലിനെയും അറിയിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വിപിൻ C വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡും മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ച് മന്ത്രി സജി ചെറിയാൻ. പറഞ്ഞത് യാഥാർത്ഥ്യമെന്നും പ്രസ്താവന വളച്ചൊടിച്ചു എന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. പരാമർശത്തിൽ CPIM നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം നടന്നോ എന്ന സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നാണ് MV ഗോവിന്ദൻ ഇങ്ങനെ ഒഴിഞ്ഞുമാറിയത്. സജി ചെറിയാന്റെ പരാമർശത്തെ പാർട്ടി നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഗുരുതരമായ തെറ്റാണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ ശ്രദ്ധയില്ലാത്ത പ്രതികരണങ്ങൾ നടത്തി നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സജി ചെറിയാന്റെ നിലപാട്. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJP ജയിച്ച ആളുടെ പേരും
ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞുള്ളൂ. പ്രബല സമുദായ സംഘടനകൾ പ്രതിപക്ഷത്തെ വിമർശിച്ച സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സജി ചെറിയാന്റെ വിമർശനങ്ങൾ കാരണമായെന്ന് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ വ്യാപക പ്രതിഷേധം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിയും നടത്താത്ത പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോലീസിൽ പരാതി നൽകി. സജി ചെറിയാനെ തള്ളി മുൻ മന്ത്രി KT ജലീൽ രംഗത്തെത്തി. AK ബാലന്റെ ജമാഅത്ത് ഇസ്ലാമി വിവാദ പരാമർശത്തിലെ ചർച്ചകൾ കെട്ടടങ്ങും മുന്നേ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന CPIM നേതൃത്വത്തിന്റെ അറിവോടെയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വർഗീയത ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നെന്നാണ് വിമർശനം. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും ഇന്ന് രംഗത്ത് വന്നു. ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട വർഗീയതയാണ് ഇവിടെ പറയുന്നതെന്ന് നേതാക്കൾ തുറന്നടിച്ചു. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല. ഇത്ര വലിയ വർഗീയത ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോ ആ ആത്മവിശ്വാസം അങ്ങോട്ട് ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി. അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ. സജി ചെറിയാന്റെ വിവാദ പരാമർശം തള്ളി മുൻമന്ത്രി KT ജലീൽ രംഗത്തെത്തി. ലീഗ് മത്സരിക്കുന്നിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു വ്യാഖ്യാനം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ വലിയൊരു നിലക്ക് കാണേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവന RSS വോട്ട് നേടാനുള്ള ചെങ്ങന്നൂർ ഡീലോ സംസ്ഥാനതല ഡീലോ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം. പരാമർശത്തിനെതിരെ കോൺഗ്രസ് വക്താവ് VR അനൂപ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പോലീസിന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ഇനിയൊരു കുടുംബത്തിനും ഈ ഗതി വരരുത് എന്ന് ദീപകിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. അതൊരു ചിത്ത കുട്ടി, എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ. കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതോടെ അതാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതുണ്ടായിക്കോട്ടെ, ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്ക്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദന. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി. നിഖിൽ, മൊഴിയെടുപ്പ് തുടരുകയാണോ? വിവരങ്ങൾ നിഖിൽ. ഉന്മേഷ്, അല്പസമയം മുൻപ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ നിന്ന് മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പോലീസ് അല്പസമയം മുൻപ് ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. നേരത്തെ BJPയുടെ ഒരു സംഘം, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വീട്ടിലെത്തി ദീപകിന്റെ കുടുംബത്തെ കണ്ടിരുന്നു. അവരിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ കുടുംബത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ വീട്ടിലെത്തി ദീപകിന്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. നിയമപരമായി തന്നെ ആ കുടുംബം മുന്നോട്ട് പോവുകയാണ്. അവരിന്ന് നേരിട്ട് കമ്മീഷൻ ഓഫീസിലെത്തി ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോഴും ഒരു പരാതി നിലനിൽക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ വലിയ മെല്ലെപ്പോക്ക് കാണിച്ചു എന്നുള്ളൊരു പൊതുവിമർശനം ഉയരുന്നുണ്ട്. ഇന്നലെ രാവിലെ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 5 മണിയോടുകൂടി അന്വേഷണ സംഘം എത്തിച്ചേരുകയും ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിശദമായി തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും അടക്കം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഷ്കറിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ദീപക് തന്റെ വേദന പങ്കുവച്ചിരുന്നത് അഷ്കറുമായാണ്.
അഷ്കറാണ് ഈ യുവതി രണ്ടാമത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ദീപകിന് അയച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ അടക്കം അയച്ചു തന്നതിന് ശേഷമുള്ള ദീപകിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ മാനസിക നില എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ദീപക് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഷ്കറിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഈ യുവതിയുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിശദമായി തന്നെ തുടർ നടപടികൾ, അതായത് യുവതിക്കെതിരെ കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ കൂടുതൽ മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ്, കോഴിക്കോട്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ പരാതി വ്യാജമെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകും. ഒരു സംഭവം ഉപയോഗിച്ച് എല്ലാം സാമാന്യവൽക്കരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. ഈ സംഭവത്തിൽ എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല. എനിക്ക് നിങ്ങളുടെ കൂട്ട് മാത്രമേ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആ ഒരു സംഭവം വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സംഭവത്തിൽ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത്. വ്യാജ പരാതികൾ, വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നു. ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൻ കൊള്ള നടന്നു എന്നുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇടക്കാല ഉത്തരവിൽ അതുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്ര വിദഗ്ധരുടെയും വിശകലന വിദഗ്ധരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും വിശദമായ മൊഴികൾ വേഗത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം VSCയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടത്തിയത് സ്വർണ്ണപ്പാളികളുടെ. അതിൻ്റെ പരിശോധനാ ഫലം ഉൾപ്പെടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. ആ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കോടതിയുടെ പരാമർശം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ശബരിമലയിലെ അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. കൂടുതൽ സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട്, മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കോടതി? ഉന്മേഷ്, പ്രധാനമായും ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പാളികൾ മാറി എന്ന സംശയമാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. വലിയ രീതിയിലുള്ള കൊള്ള ഇതിൽ നടന്നിട്ടുണ്ട്. പരിശോധനാ റിപ്പോർട്ട് ഇത് ബലപ്പെടുത്തുന്നു എന്നുള്ളതുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. കൂടുതൽ സാക്ഷികളെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് SIT ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്ര വിദഗ്ധരുടെയും വിശകലന വിദഗ്ധരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും വിശദമായ മൊഴികൾ വേഗത്തിൽ രേഖപ്പെടുത്താനും ഇപ്പോൾ കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി ലഭിക്കുന്ന വിവരമുള്ളത്. ഈ സ്വർണ്ണപ്പാളികൾ പുതിയതാണോ പഴയതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതുമാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായും കേരളം ഉറ്റുനോക്കിയത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള അതേ സ്വർണ്ണപ്പാളികളും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുമാണോ തിരിച്ച് അതിൽ പൂശിയിരിക്കുന്ന അതിന്റെ യഥാർത്ഥ ഇതാണോ തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. അതിൽ ഒരു സംശയം ഹൈക്കോടതിയും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് മൊത്തം എടുത്ത് അവിടെ നിന്നും അടിച്ചു മാറ്റുകയായിരുന്നോ അതോ ഇപ്പോൾ തിരിച്ച് ശബരിമലയിലേക്ക്? വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടത്തിയ ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ആ കെമിക്കൽ പരിശോധനാ ഫലം എന്ന് പറയുന്നത് അത് ഏറെ സാങ്കേതിക സ്വഭാവത്തിലുള്ള ഒന്നാണെന്ന് കോടതി ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ന് കോടതി പറയുന്നുണ്ട്. അവിടെ നടത്തിയ ഫലവുമായി ബന്ധപ്പെട്ട് VSC നൽകിയ റിപ്പോർട്ട്
റിപ്പോർട്ട്, അതിന്റെ വിശദാംശങ്ങൾ കൂടി SIT കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു. അതിലെ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരാമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കോടതി ചില സംശയങ്ങൾ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ആ ഇടക്കാല ഉത്തരവിൽ വരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കൂടിയാണ് കോടതി തികച്ചും സാങ്കേതികമായ ആ റിപ്പോർട്ടിന്റെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള തുടർ അന്വേഷണവും മൊഴിയെടുപ്പും ഇനി ആവശ്യമുണ്ട് എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ആ കാര്യം ഉൾപ്പെടെ ഇപ്പോൾ കോടതിയുടെ ഈ ഇടക്കാല റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ അത് മാറ്റി എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാധ്യതകൾ ആ റിപ്പോർട്ടിലുണ്ട് എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ കൊള്ള നടന്നു എന്നാണ് കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ അത് മാറ്റിയാണ് എത്തിച്ചത് എന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ നിലയ്ക്ക് ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ആ ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. VSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ പരിശോധനാ ഫലം അത്തരത്തിൽ ചില സൂചനകൾ കൂടി നൽകുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും മൊഴിയെടുപ്പും ആ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഉള്ള മൊഴിയെടുപ്പ് വിവരങ്ങൾ കൂടി അതിന്റെ ഭാഗമായി വേണം എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. ഏതായാലും നിലവിൽ ഈ വലിയ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള തരത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണ്, ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കൂടി പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ മറ്റു വിവരങ്ങളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.